ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഒരു കാരണവശാലും സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് ജനങ്ങൾക്ക് വാക്കുകൊടുത്തുകൊണ്ടാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെ മന്ത്രി അതിന് വിശദീകരണം നൽകുകയാണ്. സാർ, ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം സഭയ്ക്ക് പുറത്തു പറയുന്നത് ഈ സഭയോടുള്ള അവഹേളനമാണ്. 70% എന്നുള്ള സബ്സിഡി 35% മാറ്റുകയാണ്. സബ്സിഡി ഗണ്യമായി കുറയുകയാണ്. ഇപ്പോൾ തന്നെ ഒരു സപ്ലൈകോയുടെ ഒരു ഔട്ട്ലെറ്റിലും 13 നിത്യോപയോഗ സാധനങ്ങളില്ല. സാർ, ഇത് പൊതുവിപണിയിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും? മാധ്യമ സുഹൃത്തുക്കൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞതല്ലാതെ ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളോ. അതുകൊണ്ട് സഭാ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിൻ്റെ വസ്തുത ഞാൻ പറയാം. 25% നിന്ന് 35% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 2014 ഒടുവിലായി സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചത്. അതിനു മുമ്പ് കാലാകാലങ്ങൾ സബ്സിഡി വില പരിഷ്കരിച്ച് വരികയായിരുന്നു. സാർ, ഇവരുടെ ഭരണകാലത്ത് 2013 ഓഗസ്റ്റ് മാസം, 2014 ഒരു വർഷത്തിനുള്ളിൽ ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ ഈ 3 മാസങ്ങളിൽ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമല്ല സാർ.